കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിനുള്ളിൽ വെച്ച് ഭരണഘടനയെയും അതിന്റെ ശില്പിയായ ബി.ആർ. അംബേദ്കറെയും അപമാനിച്ചതുപോലെ മുൻകാലങ്ങളിൽ ഒരു സർക്കാരും അപമാനിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി വദ്ര. ഭരണഘടനയെ ദുർബലപ്പെടുത്താൻ ബി.ജെ.പി ആഗ്രഹിക്കുന്നുവെന്നും അവർ തുറന്നടിച്ചു. 1924 പാർട്ടി പ്രസിഡന്റായ മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഏക കോൺഗ്രസ് സമ്മേളനത്തിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് കർണാടകയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക. കോൺഗ്രസ് ഇതര സർക്കാരുകൾ ഉൾപ്പെടെ നിരവധി സർക്കാരുകൾ വന്നുപോയി. പക്ഷേ പാർലമെന്റിനുള്ളിൽ അംബേദ്കറെ അപമാനിച്ച ഒരു മന്ത്രിയും ഒരു സർക്കാരും ഉണ്ടായിരുന്നില്ല എന്ന് ബലഗാവിയിൽ സംഘടിപ്പിച്ച ഗാന്ധി ഭാരത് പരിപാടിയിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ജയ് ബാപ്പു, ജയ് ഭീം, ജയ് സംവിധാൻ എന്ന പ്രമേയത്തിൽ നടന്ന പരിപാടിയിലാണ് പ്രിയങ്കയുടെ ഈ രൂക്ഷ വിമർശനം. രാജ്യത്തെയും രാജ്യത്തിനു വേണ്ടി എല്ലാം തിരിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഷാ അപമാനിച്ചുവെന്നും അവർ തുറന്നടിച്ചു. RSS പ്രവർത്തകർ അംബേദ്കറുടെ പ്രതിമ കത്തിച്ചിരുന്നു. ജയിലിലിരുന്ന് മാപ്പ് എഴുതിക്കൊടുത്ത പാരമ്പര്യമല്ല തങ്ങളുടേത്. സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയവരാണ് കോൺഗ്രസുകാർ. രാജ്യമോ ഭരണഘടനയോ ജനാധിപത്യമോ അവിടുത്തെ ജനങ്ങളെയോ അല്ല ബി.ജെ.പി പരിഗണിക്കുന്നത്. കാരണം അവരുടെ പ്രത്യയശാസ്ത്രം അതിനും രാജ്യത്തിന്റെ വൈവിധ്യത്തിനും എതിരാണെന്നും പ്രിയങ്ക വിമർശിച്ചു. അവരുടെ സ്ഥാപകനും പ്രത്യയശാസ്ത്രവും ഭരണഘടനയെയും ദേശീയ പതാകയെയും പരിഹസിച്ചിരുന്നു. അവർ ഭരണഘടനയെ എതിർക്കുന്നുവെന്നും വദ്ര പറഞ്ഞു. ബി.ജെ.പി ഭരണഘടനയ്ക്കും സംവരണത്തിനും സാമൂഹിക നീതിക്കും എതിരാണ്. ജുഡീഷ്യറിയെയും വിവരാവകാശ നിയമത്തെയും ദുർബലപ്പെടുത്താൻ ബി.ജെ.പി ആഗ്രഹിക്കുന്നു. കൂടുതൽ അഴിമതി സാധ്യമാക്കാൻ അവർ സെബി നിയമം ഭേദഗതി ചെയ്തു. ലോക്പാൽ ബില്ലിനെയും ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ബി.ജെ.പി ദുർബലപ്പെടുത്തിയെന്നും പ്രിയങ്ക വിമർശിച്ചു. അതേസമയം ബാബാ സാഹിബ് ഡോക്ടർ ഭീം റാവു അംബേദ്കറിനെതിരെ നടത്തിയ പരാമർശത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്ന ആവശ്യം വരെ ഉയർന്നിരുന്നു. മുൻ സംഗ്രൂർ MP വിജയ് ഇന്ദർ സിംഗ്ലയാണ് രാജി ആവശ്യപ്പെട്ടത്. ഭരണഘടനാ മൂല്യങ്ങളോടുള്ള ബി.ജെ.പിയുടെ അവഗണനയെ പ്രതിഫലിപ്പിക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ പാർലമെന്റിലെ പരാമർശങ്ങൾ ബാബാ സാഹിബിനോടുള്ള നഗ്നമായ അനാദരവാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മണിപ്പൂർ പ്രതിസന്ധി, കർഷകരുടെ പ്രതിഷേധം, വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മ തുടങ്ങിയ നിർണായക വിഷയങ്ങളിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ബി.ജെ.പി ഒഴിഞ്ഞു മാറുകയാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. സ്ത്രീകൾ, ദളിതുകൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾ എന്നിവർക്ക് നീതിയും അവകാശങ്ങളും ഉറപ്പാക്കുന്നതിൽ ബാബാ സാഹിബ് അംബേദ്കറുടെ മഹത്തായ സംഭാവനകൾ അദ്ദേഹം ഊന്നി പറഞ്ഞു. ബാബാ സാഹിബിനോടോ അദ്ദേഹത്തിന്റെ ആദർശങ്ങളോടോ ഉള്ള അനാദരവ് രാജ്യം ഒരിക്കലും സഹിക്കില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു.